ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നേന്ത്രപ്പയറിപ്പുണ്ടെങ്കിൽ വേഗം തന്നെ ഉണ്ടായിക്കോളൂ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസുകൾ മാത്രം മതി കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഒരു ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നല്ല ഹെൽത്തി ഫുഡാണ്. തടി വെക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ തടിയൊക്കെ വെക്കാനും ഒക്കെ ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. എങ്ങനെയാണ് ഈ രുചിയൂറ് പലഹാരം ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നേന്ത്രപ്പഴം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നെയ്യിൽ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതെല്ലാം പഴുത്ത പഴമുണ്ട് പെട്ടെന്ന് വരും കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ. ഇനി തേങ്ങയും ഈ നെയ്യിലും ഈ പഴത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാതെ വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ കഴിച്ചാലും ഭയങ്കര ടേസ്റ്റി ആവും. പിന്നെ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഇതിലിങ്ങനെ അലിഞ്ഞു വരുമ്പോഴേക്കും ഇതിങ്ങനെ നല്ല ഇതായിട്ട് നിൽക്കും കേട്ടോ. കണ്ടില്ലേ, പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. പഞ്ചസാരയും പാടെ അലിഞ്ഞ് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അത്ര പണിയുള്ളൂ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ഫുഡാണ് കേട്ടോ അത്. പഴം കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ രുചി തോന്നില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം.